യുദ്ധം, കൂട്ടക്കൊല, പ്രകൃതിക്ഷോഭങ്ങൾ, അഴിമതി, ചൂഷണം, ഇടതടവില്ലാത്ത ദുരിത വാർത്തകൾക്കിടയിൽ നല്ല വാർത്ത തരാൻ ഡൊണാൾഡ് ട്രംപ് അല്ലാതെ മറ്റാര്? ഇതാ ട്രംപ് വക ഒരു ലോകോത്തര ചരിത്രപ്രധാന വാർത്ത. സന്തോഷിപ്പിൻ, കൊക്കക്കോള കമ്പനി ഇനി കോള പാനീയത്തിൽ യഥാർത്ഥ കരിമ്പിൻ വെള്ളം ഉപയോഗിക്കും. ഈ തീരുമാനമെടുപ്പിച്ചത് തൻ്റെ നേട്ടമെന്ന് ട്രംപ്. CNN ബിസിനസ് ന്യൂസ്. ന്യൂയോർക്ക് ടൈംസ്, ട്രംപ് കൊക്കക്കോളയെ കൊണ്ട് കരിമ്പിൻ വെള്ളം ഉപയോഗിക്കാൻ സമ്മതിപ്പിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്തയെ വിനോദ വാർത്തയിലാണ് ഉൾപ്പെടുത്തിയത്. കളി തമാശ തന്നെ. അമേരിക്കയുടെ പ്രസിഡന്റ് കോള കമ്പനിയെ സ്വാധീനിച്ച് ഒരു കച്ചവട തീരുമാനമെടുപ്പിക്കുന്നു, അതും അമേരിക്കയിൽ മാത്രം ബാധകമായത്. വാർത്തയല്ലാത്ത വാർത്ത, വെറും അവാർത്ത, നോൺ ന്യൂസ്. പക്ഷേ അതും നമുക്ക് പോലും പ്രധാന വാർത്തയായി തോന്നുന്നു. ഇത് മാധ്യമം പത്രം. അമേരിക്കൻ മാർക്കറ്റിനു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ കമ്പനിയെ സ്വാധീനിച്ച വാർത്ത മലയാളി എന്തിനറിയണം? വിവരമുള്ളവർ പറയാറുണ്ട്, മാധ്യമങ്ങൾ വഴി അവാർത്ത വരുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇതെല്ലാം എന്നാണ്. ശ്രദ്ധ തിരിക്കലാണ് ലക്ഷ്യം. ഈ കൊക്കക്കോള വാർത്തയും വെറുതെ ഇറങ്ങിയതല്ല. ട്രംപിന് മറച്ചുവെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നയങ്ങൾ പാളുന്നു, ചെയ്തു കൂട്ടിയ മുൻകാല കുറ്റങ്ങൾ വേട്ടയാടുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാൻ കുറേ ഇല്ലാ വിഷയങ്ങൾ കൊടുക്കുക തന്നെ. ഈ ശ്രദ്ധ തെറ്റിക്കൽ കലയിൽ വിദഗ്ധരാണ് ഒട്ടെല്ലാ ഭരണാധികാരികളും, പ്രത്യേകിച്ച് ബെന്യാമിൻ നെതന്യാഹു. ട്രംപിനെ പോലെ കൊക്കക്കോള പോലുള്ള അവാർത്തകളല്ല അദ്ദേഹം കൊടുക്കുക, സാക്ഷാൽ യുദ്ധം തന്നെയാണ്. قصف جديد قصف جديد يا شباب، قصف جديد مبنى هيئة الأركان خالص. قصف جديد يا شباب، قصف، خذونا بسرعة 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 بسرعة. قصف ثاني، دمروه. نعم قصف 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 هيئة الأركان بغارتين. نعم 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 قصف بغارتين استهدفت هيئة الأركان بشكل مزدوج من اليمين ومن اليسار. ഇത് ഗസയല്ല, സിറിയയാണ്. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസ്. ഒരു കാരണവുമില്ലാതെ അവിടെ ചെന്ന് ബോംബിടുന്നു. കാരണമില്ലെന്ന് നമുക്ക് തോന്നിയാലും നെതന്യാഹുവിന് മതിയായ കാരണമുണ്ട്. വ്യക്തി താൽപ്പര്യം, സ്വയം രക്ഷ എന്ന കാരണം. ഈ വാർത്ത ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്രായേലി കോടതിയിൽ നടക്കേണ്ടിയിരുന്ന നെതന്യാഹുവിൻ്റെ വിചാരണ സിറിയക്ക് മേലുള്ള ആക്രമണം പ്രമാണിച്ച് മാറ്റിവെച്ചു എന്ന്. തീയതി ശ്രദ്ധിക്കുക, 2025 ജൂലൈ 16. മറ്റൊരു വാർത്ത മാർച്ച് 18 അഴിമതി വിചാരണക്ക് കോടതിയിൽ നെതന്യാഹു എത്തേണ്ടതായിരുന്നു. പക്ഷേ ഗസയിലെ കടന്നാക്രമണം കണക്കിലെടുത്ത് അത് റദ്ദാക്കി. ജൂലൈ 2, വരുന്ന ആഴ്ചയിൽ അഴിമതി കേസിൽ നെതന്യാഹു മൊഴി നൽകേണ്ടിയിരുന്നത് കോടതി ഒഴിവാക്കി. അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനാണ്. ഈ തന്ത്രം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അഴിമതി കേസിൻ്റെ വിചാരണയുണ്ടോ, എവിടെയെങ്കിലും ബോംബിടുക. സഖ്യകക്ഷി വിട്ടുപോകാനും സർക്കാർ വീഴാനും സാധ്യത തോന്നുന്നുണ്ടോ, എവിടെയെങ്കിലും ബോംബിടുക. കഴിഞ്ഞ കൊല്ലം ജൂണിൽ ഗസയിലെ അടിയന്തര ജോലി പറഞ്ഞ് ഇക്കൊല്ലത്തെ മാർച്ചിലേക്ക് മാറ്റിവെച്ച വിചാരണയാണ് മറ്റൊരു ഗസ കൂട്ടക്കുരുതിക്ക് വേണ്ടി പിന്നെയും മാറ്റിയത്. യുദ്ധം നിർത്തിയാൽ അറസ്റ്റ് വരും, യുദ്ധം നിർത്തിയാൽ സർക്കാർ വീഴും. എത്രയെത്ര ഇടങ്ങളിലാണ് അയാൾ കസേര നിലനിർത്താനായി കുരുതികൾ തുടങ്ങിയത്. ഗസയിൽ, ബൈറൂത്തിൽ, വെസ്റ്റ് ബാങ്കിൽ, ഡമസ്കസിൽ. ഭരണം നിലനിർത്തണം, അതിന് ലക്ഷങ്ങളെ ബലി കൊടുത്താലും. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ, നെതന്യാഹുവിൻ്റെ സ്വയം രക്ഷയ്ക്ക്. തനിക്ക് ജയിൽ ഒഴിവാക്കണം, കുട്ടികളെ കൊന്നിട്ടായാലും. യുദ്ധം വഴിയാണ് നെതന്യാഹു ഇതുവരെ വളർന്നത്. പതിറ്റാണ്ടുകൾ മുൻപ് മുതൽ തുടങ്ങിയ യുദ്ധ പരമ്പര. സോവിയറ്റ് യൂണിയനെതിരെ, ഇറാഖിനും ഇറാനുമെതിരെ, ഫലസ്തീനെതിരെ നേരിട്ട് ചെയ്തതും അമേരിക്കയെ കൊണ്ട് ചെയ്യിച്ചതുമായ യുദ്ധങ്ങൾ. Once our operation is finished, you can come back safely to your homes. If you take away the Soviet Union and its chief proxy, the PLO, international terrorism would collapse. If you take out Saddam, I guarantee you,
that it will have enormous positive reverberations on the region. Obviously, we like to see a regime change, at least I would, in Iran, just as I would like to see in Iraq. The question now is a practical question. What is the best place to proceed? It's not a question of whether Iraq's regime should be taken out, but when should it be taken out? നെതന്യാഹുവിന് മതിയായിട്ടില്ല. പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക്, അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒഴിച്ച് എല്ലാവർക്കും ഇസ്രായേലിനെ മതിയായിരിക്കുന്നു. വരാനിരിക്കുന്ന തിരിച്ചടികളുടെ ലക്ഷണങ്ങൾ വേണ്ടത്രയുണ്ട്. ഒപ്പം നിന്നിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ പതുക്കെ അകൽച്ച പാലിക്കാൻ തുടങ്ങിയതടക്കം. ഗസയിൽ ഭക്ഷണത്തിന് വന്നവരെ വെടിവെച്ച് കൊന്നത് ഭക്ഷ്യവിതരണ കോൺട്രാക്ടർമാരെ വരെ ഞെട്ടിച്ചിരിക്കുന്നു. വെറുതെ നിൽക്കുന്ന പട്ടിണിക്കാരെ കൊന്നു തള്ളിയതിൻ്റെ ഈ ദൃശ്യങ്ങൾ കരാറുകാരിൽ ചിലർ പകർത്തി അസോസിയേറ്റഡ് പ്രസ്സിന് കൊടുത്തതാണ്. ചില പ്രമുഖ മാധ്യമങ്ങൾ ഇനി സത്യം പറയാം എന്ന് തീരുമാനിച്ച പോലെ. ഇസ്രായേൽ അനുകൂല ചായ്വ് കാണിക്കുന്ന പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ പറയുമ്പോഴും ടൈംസ് ആ വാക്ക് ഉപയോഗിക്കില്ലെന്ന് വാശിയിലായിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു റിപ്പോർട്ട്. വംശഹത്യ, വംശീയ ഉന്മൂലനം, അധിനിവിഷ്ട പ്രദേശം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് റിപ്പോർട്ടർമാർക്ക് നിർദ്ദേശം. കാരണം അവ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണ്. അവ ഒഴിവാക്കി ശീലിച്ചിരിക്കുന്നു ടൈംസ്. ആ ശീലമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ജൂലൈ 15 ഇതാദ്യമായി അവർ ജനസൈഡ് എന്ന വാക്ക് തലക്കെട്ടിൽ തന്നെ ചേർത്തു. ജനസൈഡ് എന്ന വാക്ക് ഒഴിവാക്കുന്നത് നിർത്തി. വംശഹത്യ പഠന വിഭാഗം പ്രൊഫസറുടെ നീണ്ട ലേഖനം ഇത് വംശഹത്യ തന്നെ എന്ന്. ഡോക്ടർ ഉമർ ബർട്ടോവ് എന്ന ജനസൈഡ് സ്കോളർ കൃത്യമായ തെളിവുകൾ നിരത്തി അക്കാര്യം സ്ഥാപിച്ചതല്ല വിശേഷം. ഇസ്രായേൽ അനുകൂല നിലപാടെടുത്തു വന്ന ന്യൂയോർക്ക് ടൈംസിന് പോലും സത്യം പ്രസിദ്ധപ്പെടുത്തേണ്ടി വരുന്നു എന്നതാണ്. വാക്കുകൊണ്ട് കളിച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന പണി നടക്കാതായി എന്നതാണ്. ജനസൈഡ് എന്ന വാക്കുള്ളതുകൊണ്ട് ഒരു പരസ്യം വരെ തിരസ്കരിച്ച പത്രത്തിന് ആ നയം തെറ്റിപ്പോയെന്ന് ബോധ്യപ്പെട്ടതാണ് വിശേഷം. ഇസ്രായേലി യുദ്ധക്കുറ്റങ്ങൾക്ക് വൻ മാധ്യമങ്ങൾ ഒരുക്കിയ കവചങ്ങൾ ഒന്നൊന്നായി വീണു തുടങ്ങി എന്നതാണ് വിശേഷം. തലക്കെട്ടിൽ തന്നെ ജനസൈഡ് അച്ചടിച്ചു വന്നതാണ് വിശേഷം. വംശീയ ഉന്മൂലനം, എത്നിക് ക്ലെൻസിംഗ് ആണ് മറ്റൊരു വാക്ക്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി തന്നെ ഇപ്പോഴത് തുറന്ന് സമ്മതിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് എത്നിക് ക്ലെൻസിംഗ് തന്നെ. അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെ. നാസികൾ ജൂതരോട് ചെയ്ത കുറ്റങ്ങൾ തന്നെ. ഇസ്രായേലി സർക്കാരിനും സേനക്കും അകത്ത് അന്തഛിദ്രം തുടങ്ങി എന്ന് ദ ഗാർഡിയൻ പത്രം. ഇസ്രായേലിൻ്റെ മാത്രം കുറ്റമല്ല വെളിപ്പെടുന്നത്, അവരെ പിന്തുണച്ച സർക്കാരുകളുടെയും കോർപ്പറേറ്റ് ഭീമന്മാരുടെയും കുറ്റങ്ങൾ കൂടിയാണ്. ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയെ പിന്തുണച്ച കമ്പനികളുടെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി രഹസ്യമായി എണ്ണ കൊടുത്ത് ഹിറ്റ്ലറെ സഹായിച്ചു. IBMന്റെ ഉപകമ്പനി ടെക്നോളജി നൽകി സഹായിച്ചു. കൊക്കക്കോള കമ്പനി നാസികൾക്ക് പിന്തുണയും സഹായവും നൽകി. ഇപ്പോൾ ഗസയിലും അത് തന്നെ നടക്കുന്നു. ഇസ്രായേലിന് പിന്തുണയും പണവും നൽകുന്ന, കൂട്ടക്കുരുതിയിൽ നിന്ന് ലാഭം കൊയ്യുന്ന കമ്പനികളെപ്പറ്റി സമഗ്ര റിപ്പോർട്ട് വന്നത് ഈ മാസം ആദ്യത്തിലാണ്. UN സ്പെഷ്യൽ റാപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസ് തയ്യാറാക്കിയ വംശഹത്യയുടെ സമ്പദ് ശാസ്ത്രം എന്ന സമഗ്ര റിപ്പോർട്ട്. In the past 20 months, while the Israeli army, and accompanied by settlers, was devastating Palestinian lives and landscapes, the Tel Aviv Stock Exchange soared by 213%, amassing over 220 billion in market gains, including $76.8 billion in the past month alone. So clearly, for some, genocide is profitable. കുഞ്ഞുങ്ങൾ വരെ കൊന്നൊടുക്കപ്പെടുമ്പോൾ ഈ കമ്പനികളുടെ ഓഹരി വില കുതിച്ചുയരുന്നു. ലോകം കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നു. ആരും തടയാനില്ലാതെ യുദ്ധക്കുറ്റങ്ങൾ തുടരുമ്പോഴും വാർത്തയെ നിയന്ത്രിച്ച് എല്ലാം കൈയടക്കിയിരുന്ന രീതി മാറുന്നു.
പൊടിക്കൈകൾ കൊണ്ട് ലോക ശ്രദ്ധ മാറ്റാൻ ഇനി കഴിയില്ല. ഒപ്പമുണ്ടായിരുന്ന മാധ്യമങ്ങളും ചുവട് മാറി തുടങ്ങുന്നു.